ഹായ് എവരി വൺ, ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നെഗറ്റീവ് തോട്ട്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവ് മൈൻഡിൽ ഇരിക്കാൻ ശ്രമിക്കുക. ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇതൊരു കലക്റ്റീവ് റീഡിംഗ് കൂടിയാണ്. ഇതൊരു ഗൈഡൻസ് മാത്രമാണ്. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള കാരണവും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്. ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള കാരണവും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിലേക്ക് വരാനുള്ള കാരണവും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിലേക്കുള്ള വരാനുള്ള കാരണവും നിങ്ങളിൽ നിന്നും എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്. വരാനുള്ള കാരണവും എന്താണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓവറോൾ എനർജി വന്നത് ഒരു മൂൺ കാർഡാണ്. മൂൺ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേഷനിലായിട്ട് തന്നെയാണ് കാണുന്നത്, ദുഃഖിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തോ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഒന്നും തുറന്നു പറയുന്നില്ലെന്നാണ് കാണുന്നത്. തുറന്നു പറയാത്ത കാരണം കൊണ്ടാണ് നിങ്ങളിൽ ഈ സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളതെന്നാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് മുന്നോട്ട് പരസ്പരം എല്ലാ സംഗതികളും തുറന്നു പറഞ്ഞാൽ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പറയുന്നില്ലെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. 8 ഓഫ് കപ്പിൻ്റെ എനർജി തുടക്കം തന്നെ വീണത് പേജ് ഓഫ് കപ്പാണ് വീണത്. താങ്ക് യു മിസ്. അപ്പോൾ ഒരു 8 ഓഫ് കപ്പ്, ഒരു പേജ് ഓഫ് കപ്പാണ്. ഇപ്പോൾ 8 ഓഫ് കപ്പിൻ്റെ എനർജിയിൽ പറയുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്ന ഒരു കാര്യം, അതിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ ദുഃഖങ്ങളും വരുന്നത്, എല്ലാ തടസ്സങ്ങളും വരുന്നത്. പക്ഷെ അത് വേണ്ടെന്ന് വെച്ചെങ്കിലേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല എന്ന് കാണുന്നില്ല. അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യമാണെന്നാണ് കാണുന്നത്. അത് ഉപേക്ഷിച്ച് പോയെങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾ അതൊന്നും കാണുന്നില്ല, അതിലേക്കൊന്നും നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുന്നില്ലെന്നാണ് പറയാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ദുഃഖിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താണോ നമുക്കുള്ളത് അതിൽ സന്തോഷിക്കുക. കിട്ടാത്തതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ആ ദുഃഖം കൊണ്ട് നടന്നൊരു കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഒരുപാട് ഓഫർ വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ മാനസികമായി മരവിച്ച് പോയിരുന്നെങ്കിൽ, ജീവിതം അടുത്തിരുന്നെങ്കിൽ ഒരു പുതിയ പ്രതീക്ഷ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു പുതിയ ജോലി കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ പുതിയ ജീവിതം തുടങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവൊക്കെ വിട്ടു പോയതാണെങ്കിൽ അവർ തിരിച്ചു വരുന്നുണ്ടാവും, അല്ലെങ്കിൽ പുതിയ പ്രണയം ഉണ്ടാകുന്നുണ്ടാവും, അല്ലെങ്കിൽ അല്ലാത്തവർ സ്വയം സ്നേഹിക്കുക, സെൽഫ് ലവ് തുടങ്ങിയിട്ടുണ്ടാവും. എന്ത് തന്നെയായാലും ഒരു പുതിയ പ്രതീക്ഷ വരുന്നതായിട്ടാണ് കാണുന്നത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയിലും. അടുത്ത് വന്നതൊരു പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പേജ് ഓഫ് സോഡ് വന്നിട്ടുള്ളത്? ടവറാണ്. ഒരു പേജ് ഓഫ് സോഡിൻ്റെ എനർജിയും ഒരു ടവറും വന്നിട്ടുള്ളത്. അപ്പോൾ പേജ് ഓഫ് സോഡിൻ്റെ എനർജിയിൽ പറയുന്നത് അവരുടെ ഈ എടുത്തുചാട്ടം, ആ എടുത്തുചാട്ടം കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ കൂടെ പോയതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു എടുത്തുചാട്ടം കാരണമാണ് തേർഡ് പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്നത്, അല്ലെങ്കിൽ കൂടെ പോയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ തേർഡ് പാർട്ടി ഇവർക്ക് എല്ലാ കാര്യം, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ചില പേരൻസ് ആവാം, അല്ലെങ്കിൽ അല്ലാത്തവരും ആവാം. അപ്പോൾ ഏത് സാഹചര്യം മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ അവിടുന്ന് എല്ലാ സപ്പോർട്ടും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും കൂട്ടുന്നവരെ, എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്ന് അങ്ങനെ നിന്നാലേ ഇവരുടെ സ്നേഹം അവർക്ക് പിടിച്ച് പറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ എല്ലാ കാര്യത്തിനും കൂട്ടുനിന്നിട്ടുണ്ട്. അവരിൽ നിന്നും വിട്ടു പോകരുത് ഈ പേഴ്സൺ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ പേഴ്സണിൻ്റെ ജീവിതം എങ്ങനെയായാലും വേണ്ടിയില്ല. അപ്പോൾ ഇവരെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് ഇത് കാണുന്നത്. അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നത്. അതിന് കാരണം ഇവരിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർക്ക് നേടാനുണ്ട്. അപ്പോൾ ഈ തേർഡ് പാർട്ടി ഇവരിൽ അഡീഷൻ ആണെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനിലും നിങ്ങളുടെ പേഴ്സണ്
സന്തോഷം കാണുന്നില്ല. ചിലപ്പോൾ പാരൻസിൻ്റെ കൂടെയാണെങ്കിൽ അവരുടെ കൂടെ സന്തോഷം, അല്ലെങ്കിൽ വേറെ അവരിഷ്ടപ്പെടുന്ന ഏത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് അവിടെ നിന്ന് അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. എന്നാലും അവർക്ക് തേർഡ് പാർട്ടിയുടെ എല്ലാ സ്വഭാവങ്ങളും അറിയാം. ആ സ്വഭാവം അറിഞ്ഞുകൊണ്ട് അവിടെ തന്ത്രത്തിൽ നിൽക്കുകയാണ് ഇവർ. കാരണം എന്താ വെച്ചാൽ ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കം ചെയ്തെങ്കിൽ, അവരുമായി സ്നേഹത്തിൽ നിന്നെങ്കിൽ അവിടെ നിന്ന് ഇവർക്ക് പുറത്ത് കിടക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിപൂർവ്വം തന്ത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് മുന്നോട്ടേക്ക് പോകാനുള്ള എല്ലാ അവസരവും അവരിൽ എത്തുന്നതായിട്ടാണ്, എല്ലാം വെട്ടിപ്പിടിച്ച് എടുക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ്. ഇവർ പുറമെ നല്ലപോലെ നിന്നിട്ട് ഉള്ളിൽ അവർ പല കാര്യങ്ങളും മെനയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ഇവർ പല തന്ത്രങ്ങളും മെനയുന്നുണ്ട്. അതിൽ നിന്ന് എല്ലാം വെട്ടിപ്പിടിച്ച് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്, പുറത്ത് കടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ടവർ കാർഡ് വന്നത് ഒരു സഡൻലി ചേഞ്ച് വരാൻ പോകും. അപ്പം ഇത്രയും നാൾ അവരുടെ കൂടെ ഇവരെ കൂടെ നിന്നത് കൊണ്ട് ഇവരുടെ എല്ലാ സ്വഭാവങ്ങളും ഈ പേഴ്സണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെ രീതിയിൽ ഇവരെ എടുത്ത് തന്ത്രപൂർവ്വം നിൽക്കുക, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാസ്ക് ധരിച്ചതുപോലെ അവർ നിൽക്കുകയാണ്. മാസ്ക് ധരിച്ച് ഇപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ച് വരുന്നതായിട്ടാണ്, സഡൻ ചേഞ്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും മാറിയിട്ട് വരണം എന്നാണ് ചിന്തിക്കുന്നത്. അടുത്ത് വന്നത് ഒരു 3 ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 3 ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുള്ളത് നോക്കാം. മാജിഷ്യൻ കാർഡാണ്. താങ്ക് യൂണിവേഴ്സ്. ഒരു 3 ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയിൽ പറയുന്നത്, ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും എന്തോ ഒരു കാര്യം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ആ സമയത്തൊന്നും അതിനുള്ള പണമോ കാര്യങ്ങളോ ഒന്നും കയ്യിൽ വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ അത് കുറച്ച് പേര് ചേർന്ന് നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ബിസിനസ്സോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് എന്തെങ്കിലും കാരണം കൊണ്ട് നിർത്തി വെച്ചതാണെങ്കിൽ അത് കുറച്ച് ആളുകൾ ചേർന്ന് നന്നാക്കി കൊണ്ട് നടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അല്ലാത്തതാണെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച വേദനയും വിഷമമൊക്കെ ഹീൽ ഒരാളുടെയും തുറന്ന് പറഞ്ഞ് മനസ്സിലെ വേദനയും വിഷമമൊക്കെ മാറ്റി എടുക്കുന്നതായും കാണുന്നുണ്ട്. കൂടുതലായും എന്തെങ്കിലും തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത്. കുറച്ച് ആളുകളെ വെച്ച് ജോലി ചെയ്യിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു മണിയുമായി ബന്ധപ്പെട്ട കാര്യമാണിത്. ഒരു മജീഷ്യൻ്റെ കാർഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ അതെല്ലാം ഉപയോഗിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഒരുപാട് കഷ്ടപ്പെട്ട് അനുഭവിക്കുക, ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ട് പൈസ ഇല്ലാതെ അല്ലെങ്കിൽ വേറെ പല തരത്തിലും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ജോലി ഇല്ലാതെയൊക്കെ. അപ്പോൾ ഈ വിഷമങ്ങളൊക്കെ ദൈവം കണ്ടിട്ടുണ്ടാവും എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാ കഴിവും ബുദ്ധിയുള്ള ആളുകളാണ്. ഇപ്പോൾ നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനുള്ള വഴി നല്ല തന്നെ തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു നന്നായി സംസാരിക്കാൻ ആളുകളായിട്ട് അട്രാക്റ്റീവായ ആളുകളൊക്കെയാണെന്നാണ് കാണുന്നത്. എല്ലാം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്ത് വന്നത് ഒരു 9 ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾ എന്ന് പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 9 ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുള്ളത്? ഒരു ഡെവിൾ എനർജിയാണ്, നെഗറ്റീവ് എനർജിയാണ്. ഒരു ഡെവിളിൻ്റെ എനർജിയും ഒരു 9 ഓഫ് പെൻറ്റിക്കിൾ ഡെവിൾ കാർഡ് ഒന്ന് പുറത്ത് കാണിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡെവിളിൻ്റെ എനർജിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ഒരുപാട് വേദനയും സങ്കടങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നെഗറ്റീവ് എനർജി നിങ്ങളിൽ വന്ന് കയറിയത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ബ്ലാക്ക് മാജിക് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ്. അപ്പോൾ ഇന്നലത്തെ എനർജിയിലും അങ്ങനെയുണ്ട്, നിങ്ങളെ പേഴ്സണിൻ്റെ കാര്യത്തിലും. അപ്പോൾ ഒന്ന് കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കണം എന്താണ് പ്രശ്നം എന്നുള്ളതൊന്ന്. അപ്പോൾ എല്ലാം ഒരു മായയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. കഴിഞ്ഞതൊക്കെ അനുഭവിച്ചതും ഒക്കെ ഒരു മായയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു നല്ല അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഒരു നന്മ വരുന്നുണ്ട്. അപ്പോൾ 9 ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയിൽ അതാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്തായാലും ഒരു നന്മ വരുന്നുണ്ട്. അപ്പം സ്പിരിച്വൽ പാത്തിലൂടെ പോകുമ്പോൾ എന്തായാലും ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത് ക്ലെൻസ് ചെയ്ത് ഉള്ളിലുള്ള വേദനയൊക്കെ ഹീൽ ചെയ്തെങ്കിൽ മാത്രമേ എത്തേണ്ട സ്ഥലത്ത് എത്തുകയുള്ളൂ. അപ്പോൾ അതെല്ലാം ഒരു ഇല്യൂഷനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ
നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ബൗണ്ടറി നിങ്ങളായിട്ടൊരു പിന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ടാവും. വാട്സാപ്പ് ഇതൊക്കെ ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ടാവും. മെസ്സേജ് കോളൊന്നും വരാത്ത വിധത്തിൽ ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ബൗണ്ടറി എടുത്ത് മാറ്റുന്നതിനാണ് അപ്പോൾ അവരിപ്പോൾ നിങ്ങൾക്കൊരു ഓഫർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു നന്നായിട്ട് ഗ്രോത്ത് വരുന്നതൊക്കെ ഉണ്ട്. ചിലപ്പോൾ ജോലി സംബന്ധമായ തടസ്സങ്ങളൊക്കെ മാറുന്നുണ്ടാവും. പിന്നെ ഫാമിലി പരമായിട്ട് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടാവും. അപ്പോൾ എല്ലാ തരത്തിലും അവർക്കിപ്പോൾ ഒരു നന്മ വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കുറേ ആളുകൾക്ക് മുമ്പ് എത്രയോ സ്നേഹത്തിലും സന്തോഷത്തിലൊക്കെ കഴിഞ്ഞ ഒരു ബന്ധമായിരിക്കും, റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒരു വിവാഹം കഴിഞ്ഞ ആളുകൾ അത്രയും സ്നേഹത്തിൽ ചെയ്യും. അപ്പോൾ ഒരു കുട്ടികളൊക്കെ ഉള്ളതൊക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ പ്രഗ്നൻസി ഒക്കെ ഉള്ള ആളുകളെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഈ വ്യക്തിയെ കണ്ടതിന് ശേഷമായിരിക്കും നിങ്ങൾ സന്തോഷം എന്താണ്, സ്നേഹം എന്താണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവർ പിരിഞ്ഞതിന് ശേഷം ആ വേദനയും നിങ്ങൾക്ക് സഹിക്കാം. അപ്പോൾ ഈ നെഗറ്റീവ് ഡെവിളുടെ എനർജി പറയും, ഒരു നെഗറ്റീവ് എനർജി എന്തായാലും നിങ്ങൾ ഇതിൽ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഡെത്ത് കാർഡാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഡെത്ത് കാർഡ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുള്ളത്? ജഡ്ജ്മെൻ്റാണ് ഡെത്ത് കാർഡിന് വന്നത്. അപ്പോൾ ഒരു ഡെത്തും ഒരു ജഡ്ജ്മെൻറ്റാണ് വന്നിട്ടുള്ളത്. ഡെത്തും ജഡ്ജ്മെൻറ്റും. അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള രണ്ട് പേരുടെ ഇടയിലുള്ള ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു കാർമിക് റിലേഷനൊക്കെ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് കർമ്മ പൂർത്തിയായിട്ട് ചിലപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ കാത്തിരിപ്പിൽ ഒരു എൻഡിങ് ആണ് വരുന്നത്. അപ്പോൾ ചില ആളുകൾ സ്ട്രഗിളിംഗ് ഒക്കെ അവസാനിപ്പിക്കുന്നതായിട്ട് കാണുന്നത്. പാസ്റ്റ് ലൈഫിൽ ഒരു കർമ്മ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ടാവും. ഇപ്പോൾ അതിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അത് പൂർത്തിയാക്കാനുള്ളൊരു അവസരമായിരുന്നു നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് എൻഡാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേജ് വന്നാൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ അനുഭവിച്ച് ഒരുപാട് വേദനയും വിഷമങ്ങളൊക്കെ അനുഭവിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും നമുക്ക് മനസ്സിലാക്കാം. ഇതൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ച് തന്നെ പഠിക്കണം, എന്നെങ്കിലും നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജ് വരുന്നത് തന്നെ ഒരു ജഡ്ജ്മെൻറ്റ് സ്റ്റേജ് ആയിട്ടാണ്. ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ, അപ്പോൾ നമ്മളെ പഠിപ്പിക്കാനും പാഠങ്ങൾ സ്റ്റെബിലിറ്റി ഉണ്ടാകാനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് കർമ്മ എന്ന് പറയും. അപ്പോൾ ആ കാർമിക് റിലേഷനാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് അത് കാർമിക് റിലേഷൻ ആയിട്ടാണ് കാണുന്നത്. പാസ്റ്റ് ലൈഫ് കർമ്മയാണ് അനുഭവിക്കുന്നത്. എന്തോ ഒരു നെഗറ്റീവ് എനർജി, ഇതിലും അങ്ങനെ തന്നെയാണ് നെഗറ്റീവ് എനർജി അപ്പോൾ വന്ന് ബാധിച്ചതായിട്ടാണ് കാണുന്നത്. ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. പ്ലീസ് ലെറ്റ് മീ ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ലവേഴ്സ് കാർഡ് 9 ഓഫ് വാൺസിൻ്റെ എനർജി ഓഫ് ലവേഴ്സ് കാർഡ്. 9 ഓഫ് വാൺസിൻ്റെ എനർജിയിൽ ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകും. ഇപ്പോൾ ലവേഴ്സ് കാർഡ് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്, എന്നാലും ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു തരത്തിലും സ്വസ്ഥത കിട്ടുന്നില്ലെന്ന് കാണുന്നുണ്ട്. അപ്പം പല പ്രശ്നങ്ങളുണ്ടാകുന്നു, മാനസിക വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ലവേഴ്സ് കാർഡിൽ പറയുന്നത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങളെ വിട്ടുപോയ ആളുകൾ നിങ്ങളുടെ അടുത്ത് സ്നേഹത്തോടെ വരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളുടെ അടുത്ത് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. മാരീഡായ ആളുകളാണെങ്കിൽ അവർ തിരിച്ച് വീട്ടിലേക്ക് വന്ന് കുട്ടികളെയും വൈഫിനെ കാണണം, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കാണണം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പിന്നെ അല്ലാതെ വിവാഹം കഴിക്കാത്ത ആളുകളാണെങ്കിൽ അവർ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അപ്പോൾ വളരെ ഹാപ്പിയോടെ നിങ്ങളുടെ അടുത്ത് വരുന്നതായിട്ട് കാണുന്നത്, വളരെ സ്നേഹത്തോടെ. ചിലപ്പോൾ സോൾമേറ്റ് കണക്ഷനൊക്കെ ആവാം. അപ്പോൾ അത്രയും നിങ്ങൾക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് എക്സെപ്റ്റ് ചെയ്യുന്നത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. അപ്പം ഒന്ന് 2 ഓഫ് വാൺസും ഒന്ന് 4 ഓഫ് വാൺസും. 2 ഓഫ് വാൺസിൻ്റെ എനർജിയിൽ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എങ്ങനെ നിങ്ങളിലേക്ക് വരാം,
ഏത് രീതിയിൽ കൂടെ നിങ്ങളിലേക്ക് വരാമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ മുന്നോട്ട് നീങ്ങിയാണ് നിങ്ങളുടെ അടുത്തെത്തുക എന്നുള്ള ഒരു ചിന്തയിൽ ആലോചിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ 4 ഓഫ് വാൻസിൻ്റെ എനർജി കൂടെ വന്നിട്ടുണ്ട്. 4 ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫൗണ്ടേഷനാണ്, ഒരു സെലിബ്രേഷനാണ്, ഒരു സക്സസ് ആണ്. ഒരു വീട് വെക്കാനും കല്യാണം കഴിക്കാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ഇപ്പോൾ കുറേ അധികം ആളുകൾ പുറത്തൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നാട്ടിലേക്ക് തിരിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നാട്ടിൽ ഒത്തുകൂടുന്ന ഒരു ആഘോഷം, കല്യാണം, വീട് ഹൗസ് വാമിങ് ഇതൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സോൾ കണക്ഷനുള്ള റിലേഷൻഷിപ്പ് അത് കണ്ടുമുട്ടുന്നതായും പിന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ട് സോൾ കണക്ഷൻ ഉള്ളതായൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയൊക്കെയാണ്. അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് കിട്ടാത്ത ഒരു കംഫർട്ട്സ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ നിന്ന് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാനാണ് അവർ ആഗ്രഹിക്കുക. അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അത് ഏത് വഴി കൂടെ മുന്നോട്ട് പോയാലാണ് നിങ്ങളുടെ അടുത്ത് എത്തുക എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കുറേ ഒരു മെസ്സേജ് ഇങ്ങനെ കാണും, വിവാഹം ഉറപ്പിച്ച് സെപ്പറേറ്റഡ് ആയി പോയി പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല, ഒരുപാട് വിഷമമാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു മെസ്സേജ് പല പ്രാവശ്യം കാണുന്നത്. അപ്പോൾ അങ്ങനെ ഉറപ്പിച്ച് സെപ്പറേറ്റഡ് ആയി പോയതല്ലേ, പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏത് രീതിയിലാണോ അവരുമായി കോണ്ടാക്റ്റ് നിങ്ങൾ ഉണ്ടായിരുന്നത്, അപ്പോൾ അവരുമായിട്ട് ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുക. ഏത് സ്ഥലത്തുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാനും പോകാനും വരാനൊക്കെയുള്ള സൗകര്യം നമുക്കുണ്ട്. ഒരു ഫോൺ നമ്പർ പോലും ഇല്ലാതെ വർഷങ്ങളായി എന്ന് പറയുമ്പോൾ അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അവർ വേറെ വിവാഹം കഴിച്ചോ എന്നറിയണം. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ട് ഒരാളെ കാത്തിരുന്നാൽ പോരെ. ജീവിതം ഒന്നേ ഉള്ളൂ, അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ അവരുമായിട്ട് ഒന്ന് അവരെ സ്ഥലത്ത് പോയിട്ട് ഒന്ന് അന്വേഷിക്കുക, ആരെയും കൂട്ടി ഒന്ന് പോവുക. അപ്പോൾ അവരെന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെ വേറെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തത്, അല്ലെങ്കിൽ അവരെ കൂട്ടുകാരോ അല്ലെങ്കിൽ ഇത് ഒരു ഫോൺ നമ്പറൊക്കെ ഇപ്പോൾ വിചാരിച്ചാൽ അതിന് മെനക്കെട്ടാൽ കിട്ടുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കാലം. അപ്പോൾ അതിനൊന്ന് ശ്രമിക്കുക. വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ചിലപ്പോൾ അവർ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടോയെന്നറിയാം. ഇങ്ങനെ കാത്തിരുന്നിട്ട് എന്താ കാര്യം? ഇതൊക്കെ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഇത്രയും വർഷം കാത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരാളെ മാത്രം കാത്തിരുന്ന് ജീവിതം നശിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് അതിന് വേണ്ട രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. ബൈ.